الرحيم إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين قال يا بني لا تقصص رؤياك على إخوتك فيكيدونك كيدا إن الشيطان للإنسان عدو مبين فكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم صدق الله العظيم. إذا قال യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ നേരത്തെ നബിയെ തങ്ങൾ ഓർക്കുക. ഈ സംഭവം നടക്കുമ്പോൾ യൂസുഫ് നബി പ്രവാചകനായിട്ടില്ല. യൂസുഫ് നബിയുടെ 12ാമത്തെ വയസ്സിലാണ് ഈ പറയപ്പെടുന്ന സംഭവം നടക്കുന്നത്. ഇതൊരു വെള്ളിയാഴ്ച ദിവസവുമാണ്. ഇത് കാല യൂസുഫ് ലി അബീഹി, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അവിടുത്തെ പിതാവിനോട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ നേരം, യാ അബത്തി, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഇന്നി റഅയ്തു, തീർച്ചയായും ഞാൻ കണ്ടിരിക്കുന്നു, 11 കൗകബൻ, 11 നക്ഷത്രങ്ങളെ, 11 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടിരിക്കുന്നു. വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടിരിക്കുന്നു. റഅയ്തുഹും ലി സാജിദീൻ, എനിക്ക് വണങ്ങുന്നതായി, എനിക്ക് സുജൂദ് ചെയ്യുന്നതായി 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് കീഴ്പ്പെടുന്നത്, എനിക്ക് വണങ്ങുന്നത് ഞാൻ കിനാവിൽ കണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പയോട് പറഞ്ഞ നേരം നബിയെ തങ്ങൾ ഓർക്കുക. ഇതൊരു കിനാവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം 12ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ഒരു വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങുമ്പോൾ കണ്ട കിനാവാണ് ഈ പറയുന്നത്. ഖാല, ആ സമയത്ത് യാക്കൂബ് നബി എന്ന ഉപ്പ പറഞ്ഞു, യാ ബുനിയ്യ, ഓ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ലാ തഖ്സുസ്, നീ വിവരിക്കരുത്, നീ പറയരുത്, റുഇയാക, നിന്റെ സ്വപ്നത്തെ സംബന്ധിച്ച് നീ പറയരുത്, അലാ ഇഖ്വതിക, നിന്റെ സഹോദരങ്ങളോട്. യൂസുഫ് നബിക്ക് എത്ര സഹോദരങ്ങളാണ്? എത്രയാ? 11. മൊത്തം എത്ര മക്കളാ? 12 മക്കൾ. ഇന്നലെ പറഞ്ഞു 12 മക്കൾ. അതിലൊന്നാണ് യൂസുഫ് നബി. 12 മക്കളിൽ യൂസുഫ് നബിയും അവിടുത്തെ സഹോദരനാകുന്ന ബിന്യാമീനും, ഇവരാണ് അവസാനത്തെ മക്കൾ. ബാക്കിയുള്ളവരൊക്കെ മുതിർന്നവരാണ്, മുതിർന്ന മക്കളാണ്. മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് യാക്കൂബ് നബിക്കുണ്ടായ മറ്റുള്ള സഹോദരങ്ങൾ അവരൊക്കെ മുതിർന്നവരാണ്.
യൂസുഫ് നബിയും ബിന്യാമീനുമാണ് അതിൽ ഏറ്റവും താഴെ ഏറ്റവും ചെറിയ മക്കൾ. അപ്പോ യാക്കൂബ് നബി പറയാണ്, മോനെ, പൊന്നുമോനെ, ഈ കണ്ട സ്വപ്നം നീ എന്ത് ചെയ്യരുത്, നിന്റെ സഹോദരങ്ങളോട് നീ പറയരുത്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്നെ ചതിക്കും. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. കാരണം തീർച്ചയായും പിശാച് മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുന്ന, പരസ്പരം ദേഷ്യമുണ്ടാക്കുന്ന, ഹസദുണ്ടാക്കുന്ന വ്യക്തമായ ഒരു ശത്രുവാണ് ശൈത്വാൻ. അതുകൊണ്ട് ശൈത്താൻ ഇടപെട്ടുകൊണ്ട് നിന്നോട് നിന്റെ സഹോദരങ്ങൾ ചതിപ്രയോഗം നടത്തും. അതുകൊണ്ട് നിന്റെ കിനാവിനെ സംബന്ധിച്ച് നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്ന് പ്രിയപ്പെട്ട ഉപ്പ ഉപദേശിക്കുകയാണ്. ആ കിനാവിന്റെ താല്പര്യം, കിനാവ് നാമൊക്കെ കാണലുണ്ട്. കിനാവിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. കിനാവ്, നല്ല കിനാവും നാം കാണാറുണ്ട്, പൊയ്ക്കിനാവുകൾ, പേക്കിനാവുകൾ എന്ന് പറയുന്ന പൈശാചികമായ കിനാവുകളും നാം ഒക്കെ കാണാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അർറുഇയ സ്വാലിഹത്തു മിനല്ലാഹ്. നല്ല കിനാവ് അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ചില അറിയിപ്പുകളും സന്തോഷ വിവരങ്ങളുമാണ് നല്ല കിനാവിലൂടെ നടക്കുന്നത്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നതായി കാണാം, ഇവിടെ വഹീ മുറിഞ്ഞു പോയിട്ടുണ്ട്, നുബുവത്തും റിസാലത്തും ഒക്കെ നിന്നു പോയിട്ടുണ്ട്. ഇനി ഒരു നബിയോ ഒരു റസൂലോ ഒന്നും ഇവിടെ വരാനില്ല. റസൂലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നബിയൊക്കെ തീർന്നിട്ടുണ്ട്, വഹീ നിലച്ചിട്ടുണ്ട്. ഇനി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകളായി ബാക്കി നിൽക്കുന്നത് മുബശ്ശിറാത്തുകളാണ്. വഹീ എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള ഭൂമിയിലേക്ക് വരുന്ന സന്ദേശമാണല്ലോ. ആ വഹീ പ്രവാചകന്മാർ കഴിയലോടെ ആ വഹീ നിലച്ചിട്ടുണ്ട്. ഇനി അല്ലാഹുവിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത് മുബശ്ശിറാത്തുകളാണ്. ചില സുവിശേഷ വാർത്തകൾ, ചില സന്തോഷ വർത്തമാനങ്ങളാണ് ഭൂമിയിലേക്ക് വരാനുള്ളത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, വമൽ മുബശ്ശിറാത്ത്, എന്താണ് ഈ മുബശ്ശിറാത്ത്, എന്താണ് ഈ സുവിശേഷം, റബ്ബിൽ നിന്ന് വരുന്ന നല്ല വാർത്തകൾ, അതെന്താണ് നബിയെ? നബിതങ്ങൾ പറഞ്ഞു, റുബിയൽ മുസ്ലിമീൻ, അത് മുഅ്മിനീങ്ങൾ കാണുന്ന നല്ല കിനാവുകളാണ്. മുഅ്മിനീങ്ങൾ കാണുന്ന നല്ല കിനാവുകളാണ്. മുഅ്മിനീങ്ങൾ കാണുന്ന നല്ല കിനാവുകൾ ജുസുഉൻ മിൻ അജ്സാഇൻ നുബുവ്വ, അത് നുബുവ്വത്തിന്റെ 46 ഒരു ഭാഗമാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പ്രവാചകന്മാർക്ക് വരുന്ന വഹീ അതൊരു അറിയിപ്പാണല്ലോ. വഹീയിലൂടെ അല്ലാഹു പലത് പറയിച്ചു കൊടുക്കും. അതുപോലെ വഹീന്റെ 46 ഒരു അംശമാണ് വിശ്വാസികൾ കാണുന്ന നല്ല കിനാവുകളെന്ന് ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. വറുബിയ സൂഉ, പേക്കിനാവുകൾ മിന ശൈത്താൻ, അത് പൈശാചികമാണ്. നമ്മളെ പേടിപ്പെടുത്തുന്ന ചില കിനാവുകൾ, ചില അസമയത്തുള്ള കിനാവുകൾ, അത് പൈശാചികമാണ്. ഏത് കിനാവാണ് പുലരുന്നത് നമുക്ക് പറഞ്ഞു വരാം. വറുബിയ സൂഉ മിന ശൈത്താൻ, പേക്കിനാവുകൾ അത് പൈശാചികമാണ്. ഫമൻ റആ റുബിയൻ ഫകരിഹ മിൻഹാ ശൈഅൻ, നിങ്ങളിൽ ആരെങ്കിലും ഒരു കിനാവ് കാണുകയും അതിൽ വല്ലതും പേടിക്കുകയും ചെയ്താൽ ഫല്യഫുസ് അൻ യസാരിഹി, അവന്റെ ഇടതുഭാഗത്തേക്ക് തുപ്പലില്ലാതെ 3 തവണ തുപ്പിക്കൊള്ളട്ടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. കിനാവ് കണ്ട് പേടിച്ചുണർന്നു കഴിഞ്ഞാൽ അവിടെ ഇടതുഭാഗത്തേക്ക് തുപ്പലുണ്ടാവരുത്. തുപ്പലുണ്ടെങ്കിൽ അടുത്ത് ഭാര്യ കിടക്കുന്നുണ്ടെങ്കിൽ അടികിട്ട് നോക്കണം. തുപ്പലില്ലാതെ 3 വട്ടം ഇടത്തേക്ക് തുപ്പണം, തുപ്പലില്ലാതെ. എന്നിട്ടൊരു അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിക്കണം. എങ്കിൽ ആ കിനാവ് നിന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് നബി തങ്ങൾ പറയുകയാണ്. വലാ യുഖ്ബിറു ബിഹാ അഹദ, ആ കണ്ട പേക്കിനാവിനെ സംബന്ധിച്ച് ആരോടും പറയരുത്. നമ്മളുടെ എന്ത് കണ്ടാലും പോയി വിളക്കും അല്ലേ, അത് പറയരുത്. കണ്ട പേക്കിനാവിനെ സംബന്ധിച്ച് നമ്മെ പേടിപ്പെടുത്തുന്ന വല്ല കിനാവും കണ്ടാൽ ആരോടും, ഭാര്യയോട് പ്രത്യേകിച്ചും ആരോടും മിണ്ടാൻ പാടില്ല. നല്ല വല്ല കിനാവ് നിങ്ങൾ കണ്ടാലോ
അത് സന്തോഷിച്ചോ, നിങ്ങൾ സന്തോഷിച്ചോ. കാരണം റബ്ബിൽ നിന്നുള്ള എന്തോ ഒരു അറിയിപ്പാണ് നിങ്ങൾക്ക്. അത് തന്നെ നിങ്ങളോട് ഇഷ്ടമുള്ളവരോട് അത് നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ പേക്കിനാവ് കണ്ടാൽ ആരോടും പറയാൻ പാടില്ല. നല്ല കിനാവ് കണ്ടാലോ എല്ലാരോടും പറയാമോ? അത് തന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നാം ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് പറയാൻ പാടുള്ളൂ. ഇതാണ് കിനാവ് കണ്ടാൽ പറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. എല്ലാവരോടും പറയലല്ല. ചീത്ത കിനാവ് കണ്ടാൽ, ഐശാരികമായത് കണ്ടാൽ ആരോടും പറയരുത്. നല്ലത് കണ്ടാൽ അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പുകളായി രാത്രി സുബഹിക്ക് പ്രഭാതത്തോടടുക്കുന്ന സമയത്ത് കാണുന്ന കിനാവുകൾ അത് പുലരാൻ സാധ്യത കൂടുതലാണെന്നാണ്. രാത്രി കിടക്കുമ്പോ സുബഹിയോടടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണും. നമ്മൾ കിനാവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സുബഹി ബാങ്ക് കൊടുക്കുക, അല്ലെങ്കിൽ തഹജ്ജുദിന്റെ അലാറം അടിക്കുക. സുബഹിയോടടുത്ത സമയം, ആ സമയത്ത് കാണുന്ന കിനാവുകൾ അത് പുലരാൻ സാധ്യത കൂടുതലാണ്. അതന്നെ ചിലപ്പോൾ അല്ലാഹുവിൽ നിന്ന് തന്നെ സന്തോഷ വാർത്തകളായി നല്ല കിനാവ് കാണും, പേടിപ്പെടുത്തുന്ന കിനാവും കാണും. സാധാരണ പേടിപ്പെടുത്തുന്ന കിനാവുകൾ ചിലപ്പോൾ പുലരും. ഈ പ്രഭാതത്തോടടുക്കുന്ന സമയത്ത് കാണുന്ന കിനാവുകൾ പുലരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ പകലിൽ കിടക്കുമ്പോൾ, പകലിൽ ഉറങ്ങുമ്പോൾ അതിലും കാണുന്ന കിനാവുകൾ പുലരാൻ സാധ്യത കൂടുതലാണെന്നാണ് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അയിമ്മത്തുകൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പകൽ സമയത്ത് കാണുന്ന കിനാവുകൾ അതും പുലരാൻ സാധ്യത കൂടുതലാണ്. അതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല എന്തെങ്കിലും കിനാവാണെങ്കിൽ അത് വളരെ നേരത്തെ കാണിക്കും. അത് പതുക്കെ സാവകാശം പുലരുകയുള്ളൂ. കാരണം അത് പുലരും എന്നുള്ള ആഗ്രഹത്തിൽ, കൊതിയിൽ, ആ ഒരു രസത്തിൽ, ആ ഒരു സന്തോഷം കൂടുതൽ നാൾ കിട്ടാൻ വേണ്ടി നല്ല കിനാവ് കണ്ടാൽ അത് സാവകാശേ പുലരുകയുള്ളൂ. പേടിപ്പെടുത്തുന്ന കിനാവോ അത് കണ്ടാൽ പെട്ടെന്ന് പുലരും. ഇതൊക്കെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. പേടിപ്പെടുത്തുന്ന കിനാവ് കണ്ടാൽ അത് പെട്ടെന്ന് പുലരും. കാരണം ആ ഭയം മുഅ്മിനിൽ കൂടുതൽ നാൾ നിലനിൽക്കുന്നത് മുഅ്മിനോട് ഒരു അദാബാണല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല അത് ചെയ്യാതെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും അറിയിപ്പുകൾ റബ്ബിന്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പുലരുമെന്നാണ്. അപ്പോ നല്ല അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പുകളായി നമുക്ക് വരുന്ന കിനാവുകൾ അത് ഈ നേരത്തെ പറയപ്പെട്ട പ്രഭാതത്തോടടുക്കുന്ന സമയത്ത് കണ്ടതാണെങ്കിൽ പുലരാൻ സാധ്യത കൂടുതലാണ്. പകൽ സമയത്ത് കിടക്കുമ്പോൾ കാണുന്നത് പുലരാൻ സാധ്യത കൂടുതലാണ്. അത് തന്നെ മഞ്ഞുകാലത്ത്, തണുപ്പ് കാലത്ത്, അതുപോലെ മഴക്കാലത്ത് കാണുന്ന കിനാവുകൾക്ക് സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെയുണ്ട്. കിനാവ് അത് കാണുന്ന വ്യക്തിക്കും കാലത്തിനും സമയത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് അതിന്റെ പുലർച്ചയും അതിന്റെ വ്യാഖ്യാനവും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരാടിനെ മേയിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യൻ ഒരു നായയെ കിനാവ് കണ്ടാൽ അത് നല്ല ലക്ഷണമാണെന്ന്, ഒരു പട്ടിയെ കിനാവ് കണ്ടു നല്ല ലക്ഷണമാണ്. അതേ സമയത്ത് പട്ടണത്തിൽ, നഗരത്തിൽ വലിയ ജോലിയിൽ ഒരു IAS ഒക്കെ ആയിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു പട്ടിയെ കിനാവ് കണ്ടാൽ അത് അവന് ദുർലക്ഷണമാണെന്നാണ്. അപ്പൊ രണ്ടുപേരും കണ്ട നായയാണ്, പട്ടിയാണ്. പക്ഷേ ഒരു ആട് മേയ്ക്കുന്ന ആളാണ്. ആട് മേയ്ക്കുന്ന ആള് നായയെ കണ്ടാൽ അത് നല്ല ലക്ഷണമാണ്, നല്ല വാർത്തയാണ്, നല്ല അറിയിപ്പാണ്. ഒരു IAS-കാരനായി വലിയ സുഖജീവിതത്തിൽ കഴിയുന്ന വ്യക്തി ഒരു നായയെ കണ്ടാൽ അത് ദുർലക്ഷണമാണ്, അത് അവനെ പേടിപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. അങ്ങനെ കാണുന്ന വ്യക്തിക്കും സമയത്തിനും സന്ദർഭത്തിനും ഒക്കെ അനുസരിച്ചുകൊണ്ട് കിനാവിന്റെ വ്യാഖ്യാനത്തിൽ വ്യത്യാസമുണ്ടാകും. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട കിനാവ് എന്താ? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും അത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ മുന്നിൽ കുമ്പിടുന്നത്, വണങ്ങുന്നത്, സുജൂദ് ചെയ്യുന്നത് കിനാവ് കാണുകയാണ്. ഇൻഷാ അല്ലാഹ് അതിനൊരു വ്യാഖ്യാനമുണ്ട്, നമുക്ക് നാളെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല പരിശുദ്ധമായ വെള്ളിയാഴ്ചയാണ്, പരിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച. അല്ലാഹു തആല
ഈ വിശുദ്ധമായ പകലിൽ ഈ പ്രഭാത സമയത്ത് നാം ഒരുമിച്ച് കൂടിയതിന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അള്ളാഹു ഇതിന്റെ മിഥില സവാബ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. വ്യാഴാഴ്ച അസ്ർ മുതൽ ഞാൻ ശനിയാഴ്ച സുബഹി വരെ ഖബറാളികൾ നമ്മിൽ നിന്ന് വല്ലതുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായി കഴിയുന്ന സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നെ സദസ്സ് അവർക്കൊക്കെയും എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ട പലരെയും കരുതിയിട്ട് നോമ്പ് തുറപ്പിക്കുന്നവർ, അല്ലാഹുവേ, വരിക്കാരായിട്ടുള്ളവർ, എല്ലാത്തിന്റെ സവാബുകളും അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആശ്രമം നീ വെളിച്ചമാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ച് കബറിൽ കഴിയുമ്പോൾ ഞങ്ങളെ ഓർക്കുന്ന ഒരു തലമുറയെ ഞങ്ങൾക്കൊക്കെയും നീ സമ്മാനിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുന്യവിയായ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഈ പരിശുദ്ധ ദിവസത്തിൽ നിന്റെ റഹ്മത്തിൽ നിൽക്കുന്ന വിജയികളിൽ നാഥ ഞങ്ങളെയും ബന്ധപ്പെട്ട എല്ലാവരെയും നീ ചേർത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.